ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബീരാൻ ഭയങ്കര ഇമോഷണലായിട്ട് സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും ശ്രുതിക്കും മീരയ്ക്കും നല്ല സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് ബീരാൻ പോകുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, ശ്രുതി തൽക്കാലത്തേക്ക് ഇപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു, പക്ഷെ എപ്പോഴും ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല ശ്രുതി. ഇനി എപ്പോൾ വേണമെങ്കിലും ബീരാൻ വീണ്ടും സച്ചിയുടെയും രേവതിയുടെയും മുമ്പിൽ വന്ന് പെട്ടുപോയേക്കാം. നീ എന്ത് ചെയ്യും അപ്പോൾ എന്നൊക്കെ മീര ചോദിക്കുന്നുണ്ട് ശ്രുതിയോട്. ശ്രുതിക്കും നല്ല ടെൻഷനുണ്ട് മുഖത്ത്, കാരണം സത്യങ്ങളൊക്കെ ഇവരൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ അത് ഫേസ് ചെയ്യും എന്നോർത്തിട്ട്. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട് വീണ്ടും, രേവതിക്ക് ഇപ്പം തന്നെ കുറച്ച് സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്, നീ എന്താ പറയാൻ പോകുന്നത് രേവതി എന്തെങ്കിലും ചോദിക്കുമ്പോഴെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ പോയിട്ട് ആദ്യം സിറ്റുവേഷൻ എന്താണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി നേരെ വീട്ടിലോട്ട് പോകുവാണേ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രേവതി ഇങ്ങനെ ഭയങ്കര ആലോചനയിൽ അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ സച്ചി വന്ന് രേവതിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ട്, പക്ഷെ രേവതി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. സച്ചി കടയിൽ നടന്ന സംഭവത്തെ പറ്റിയാണ് രേവതിയോട് പറയുന്നത്. കാരണം സുധീനോട് അത്രയും ദേഷ്യം വന്നിരിക്കുവാണ് സച്ചിക്ക്. കാരണം മഹേഷിനോട് ഒരുപാട് ബിൽഡപ്പ് കൊടുത്തിട്ടാണല്ലോ സച്ചി ആ ഷോപ്പിലോട്ട് ഫ്രിഡ്ജ് മേടിക്കാൻ വേണ്ടി കൊണ്ടുപോയത്. പക്ഷേ സുധി അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇതാക്കിയതുകൊണ്ട് സച്ചിക്ക് നല്ല ദേഷ്യം വന്നിട്ട് രേവതിയോട് ഇങ്ങനെ സുധിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പക്ഷേ രേവതി ഇത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി നീ ഞാൻ പറയുന്നത് വല്ലതും കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, എന്താ സച്ചി ഏട്ടാ പറഞ്ഞേ, കൊള്ളാം, നീ ഇത്ര നേരം പിന്നെ ഇവിടെ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഞാൻ പറഞ്ഞതൊന്നും അപ്പം നീ കേട്ടില്ലേ? അല്ല സച്ചിയേട്ടാ, ഞാൻ ഇന്ന് പൂ കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാൻ നേരത്താണ് ശ്രുതി എന്നെ വിളിച്ചിട്ട് കടയിലോട്ട് പൂ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നീ എന്തിനാ അവർക്കൊക്കെ പൂ കൊടുക്കുന്നത്, അവർ നമുക്ക് ഫ്രിഡ്ജ് തരാത്ത ആൾക്കാരാ, അവർക്ക് നീ ഇനി പൂ കൊടുക്കണ്ട എന്നൊക്കെ സച്ചി പറയുവാണ് രേവതിയോട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ ഞാൻ ആദ്യം പറയുന്നതൊന്ന് സച്ചേട്ടൻ കേക്ക്, ഞാൻ മാർക്കറ്റിൽ നിന്നും പൂ കൊടുത്തിട്ട് രേവതിയുടെ കടയിലോട്ട് പോകാൻ പോയപ്പോഴേക്കും ഞാനൊരാളെ കണ്ടു, അത് ആരാണെന്നറിയാവോ സച്ചേട്ടന്? അപ്പോൾ സച്ചി പറയും, ആരെയാ നീ കണ്ടത്? നമ്മുടെ മലേഷ്യയിലെ ശ്രുതിയുടെ ഇളയച്ചൻ. അപ്പോൾ തന്നെ സച്ചി പറയും, മലേഷ്യയിലെ ഇളയച്ചനോ? അയാളെ നീ എങ്ങനെ കാണാനാ? അയാളില്ലേ തിരുപ്പതി അങ്ങനെ കുറേ പുണ്യദർശനങ്ങളൊക്കെ നടത്താൻ പോവാണ്, അതുമാത്രമല്ല ഇപ്പം ഇവിടെ ഇല്ല, പുറത്തോട്ട് തിരിച്ചു പോയി എന്നൊക്കെയല്ലേ ശ്രുതി പറയുന്നുണ്ടായിരുന്നെന്ന് സച്ചി ചോദിക്കുവാണേ. ഇതൊക്കെ ശ്രുതി, ഇവരുടെ രണ്ടുപേരുടെ സംസാരം ശ്രുതി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് പുറത്ത് നിന്നിട്ട്. രേവതി പറയുന്നുണ്ട്, അങ്ങനെയാണ് ശ്രുതി നമ്മളോട് പറഞ്ഞെങ്കിലും ഞാൻ ഇന്ന് ഇളയച്ചനെ കണ്ട് സച്ചിയേട്ടാ, ഞാൻ പൂ കൊടുത്തിങ്ങനെ ഇറങ്ങുമ്പോഴേക്കും നടന്നു വരുമായിരുന്നു ഇളയച്ചൻ. എന്നെ കണ്ടതും എളുപ്പം ഒരു സ്കൂട്ടർ എടുത്തിട്ട് അദ്ദേഹം ഓടി രക്ഷപ്പെടുമായിരുന്നു സ്കൂട്ടറിൽ. ഇടയിൽ വെച്ച് എനിക്ക് അയാളെ മിസ്സായിപ്പോയി, അതുകൊണ്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഒരുപാട് നേരം ഫോളോ ചെയ്തു, പക്ഷേ ഇടയിൽ വെച്ച് കാണണ്ടായി സച്ചിയേട്ടാ ഇളയച്ചനെ എന്നൊക്കെ രേവതി പറയുവാണ്. അപ്പോഴേക്കും സച്ചി പറയും, ആണോ, ചിലപ്പോൾ നിനക്ക് തോന്നിയതായിരിക്കും രേവതി, ഒരാളെ പോലെ കുറേ പേരുണ്ടാവുമല്ലോ, നിനക്ക് ചിലപ്പോൾ അങ്ങനെ ആരെങ്കിലും മാറിപ്പോയതായിരിക്കും, ഇളയച്ചനായിട്ട് തോന്നിയതായിരിക്കും എന്ന് പറയുമ്പോൾ രേവതി പറയും, ഇല്ല സച്ചിയേട്ടാ, ഞാൻ ശരിക്കും കണ്ടു, അത് ഇളയച്ചൻ തന്നെയാണ്, എന്നെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയ പോലെയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു എന്ന് രേവതി പറയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കടയിൽ പൂ കൊടുക്കാൻ പോയപ്പോൾ ഞാൻ ശ്രുതിയോടും ഇക്കാര്യം പറഞ്ഞു, ശ്രുതിയുടെ ഇളയച്ചനെ കണ്ടെന്ന്. അപ്പോഴേക്കും ശ്രുതിയുടെ മുഖമൊക്കെ മാറി ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന പോലത്തെ വേറൊരു മുഖഭാവമൊക്കെ മാറി സച്ചിയേട്ടാന്ന് പറയുമ്പോൾ സച്ചി പറയും, ആണോ, അങ്ങനെയൊക്കെ സംഭവിച്ചോ? എനിക്കും അയാളുടെ കാര്യത്തിൽ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രുതി ഇങ്ങനെ നെട്ടുവാണ് താഴെ നിന്ന് ഇവരുടെ വർത്താനമൊക്കെ കേട്ടിട്ട്, കാരണം ഇവർക്ക് നല്ല സംശയം ഉണ്ടെന്ന് ശ്രുതിക്ക് മനസ്സിലായിട്ടുണ്ട്. സച്ചി പറയുന്നുണ്ട്, അയാളുടെ വായിൽ നിന്ന് തന്നെ സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അന്ന് നാട്ടിൽ പോയപ്പോഴേക്കും മദ്യമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ അദ്ദേഹം അതിൽ നിന്ന് നല്ല ഈസി ആയിട്ട് സ്കേപ്പ് ചെയ്തിട്ട് എന്നെ അതിൽ പെടുത്തിയിട്ടും പോയി. പക്ഷേ എന്നിട്ട് ഇതൊക്കെ ശ്രുതി കേട്ടോണ്ടിരിക്കേണ്ട രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, പക്ഷെ എനിക്ക് അത് അയാൾ തന്നെയാണോന്ന് ഉറപ്പുമില്ല, പക്ഷെ എന്നെ കണ്ടപ്പോഴാണ് അയാൾ സ്പീഡിൽ സ്കൂട്ടർ എടുത്ത് പോയത്, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ സച്ചി അപ്പോൾ പറയുന്നുണ്ട്, ഇതിലെന്തോ ഒരു കള്ളക്കളി ഉണ്ട് രേവതി എന്ന് പറയുവാണ്. ശ്രുതി ഇതൊക്കെ കേട്ട് ഷോക്കായിട്ട് അങ്ങനെ നിൽക്കുവാണ്. സച്ചി എന്നിട്ട് തനിക്ക് തോന്നിയ സംശയങ്ങളൊക്കെ രേവതിയോട് പറയുവാണേ. എനിക്ക് ഈ ശ്രുതി പാലറേട്ടത്തി പണ്ട് തൊട്ടേ പറയുന്ന കഥകളിലൊക്കെ ഒരു സംശയമുണ്ട്, മലേഷ്യ, സിംഗപ്പൂര് അങ്ങനെ ഏതേതോ സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് പറയുന്നു അച്ഛനെ ജയിലിൽ പിടിച്ചിട്ടെന്ന്, ഇളയച്ചൻ ഒളിവിൽ പോയെന്ന്. അതുപോലെ തന്നെ വേറൊരു ദിവസം പറയുന്നു മലേഷ്യയിൽ നിന്ന് അച്ഛൻ കാശ് അയച്ചെന്ന്. ഇതാർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന കഥകളാണോ? ഇതിലെന്തൊക്കെയോ ഒരു കള്ളത്തരം ഇല്ലേ രേവതി എന്ന് സച്ചി ചോദിക്കുവാണേ. ശ്രുതി ഇങ്ങനെ പേടിച്ച് ഇതൊക്കെ കേട്ട് പുറത്ത് നിൽക്കുവാണ്. രേവതി പറയുന്നുണ്ട്, എനിക്കും ഈ ശ്രുതിയുടെ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഇതൊന്ന് അച്ഛനോട് പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, അച്ഛനോടൊന്നും പറയണ്ട, തെളിവുകളൊന്നും ഇല്ലാതെ അച്ഛനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ലാസ്റ്റ് പാർലർ എട്ടത്തി അത് നമ്മുടെ നേരെ തന്നെ തിരിച്ചുവിടും, അച്ഛൻ്റെ നിന്ന് വെറുതെ നമുക്കിട്ട് വഴക്കും കൊള്ളും എന്നൊക്കെ സച്ചി പറയുവാണ്. അപ്പോൾ രേവതി ചോദിക്കും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും സച്ചിയേട്ടാന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ ഇന്ന് കണ്ടത് മലേഷ്യക്കാരൻ ഇളയച്ചനെ തന്നെയാണെങ്കിൽ വീണ്ടും അയാൾ നമ്മുടെ മുമ്പിൽ തന്നെ വന്നു പെടും, ഈ നാട്ടിൽ തന്നെയല്ലേ അയാൾ ഉള്ളത്, നമ്മളെ ഉള്ളത്, അപ്പോൾ എന്തായാലും ഇനിയും നമ്മുടെ മുമ്പിൽ വന്ന് പെടും രേവതി, നമുക്ക് അയാളെ കണ്ടുപിടിക്കാമെന്ന് സച്ചി പറയുവാണേ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാനെന്ന് പറയുമ്പോഴേക്കും സച്ചി തൻ്റെ ഐഡിയ പറയുവാണ് രേവതിയോട്.
അന്ന് നമ്മുടെ പൂ കൊണ്ടുപോയ വണ്ടി കാണാതായപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? എല്ലാവർക്കും പൂവുള്ള വണ്ടിയുടെ ഫോട്ടോ അയച്ചു കൊടുത്ത് നമ്മളത് കണ്ടുപിടിച്ചില്ലേ? അതുപോലെ തന്നെ ഈ ഇളയച്ചൻ്റെ കൂടെ നമ്മളന്ന് നാട്ടിൽ പോയപ്പോൾ ഒരു ഫോട്ടോ എടുത്തില്ലേ? അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ അയച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഇയാളെ നിങ്ങൾക്കൊക്കെ അറിയാവോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് കാണുന്നുണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് പറയും ഞാൻ അവരോടെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്നാലും സച്ചിയേട്ടാ അത് ഇളയച്ചൻ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ സച്ചി പറയും, സംശയം എന്തായാലും വന്നല്ലോ, അപ്പോൾ നമുക്കത് അങ്ങോട്ട് തീർത്ത് കളയാം, ഇതിലെ സത്യാവസ്ഥ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ കാര്യം എന്ന് പറയുവാണ് സച്ചി രേവതിയോട്. ശ്രുതി അപ്പം മനസ്സിലിങ്ങനെ വിചാരിക്കുവാണ്, ഈ സച്ചി എന്താ ഇപ്പോൾ പോലീസ് ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ? രേവതിയാണെങ്കിൽ അതിന് കൂട്ടു നിൽക്കുക, കയറ്റി കൊടുക്കുന്നുണ്ട് അവള്. എങ്ങനെയെങ്കിലും ഇവരുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ നിന്നും മാറ്റണം എന്ന് ശ്രുതി ആലോചിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുവാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. രേവതി എല്ലാവർക്കും ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. വർഷയും ചായ വേണമെന്ന് പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താ മോളെ വർഷ ഇന്ന് താമസിച്ചെഴുന്നേറ്റി എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, ഈ ശ്രീകാന്ത് എന്നെ രാത്രി ഉറക്കിയിട്ടില്ല ആൻറ്റി എന്ന് പറയുവാണ്. അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നെട്ടി നിൽക്കും. അപ്പോൾ ശ്രീകാന്ത് പറയും, എൻ്റെ വർഷ നീ അതൊന്ന് മുഴുവനായിട്ട് പറയും, ഈ ശ്രീകാന്തേ ഈ ക്രിക്കറ്റ് മാച്ചും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു രാത്രി മൊത്തം, എന്നെ മര്യാദക്ക് ഉറക്കിയിട്ടും കൂടിയില്ല, ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരുന്നു കളി കണ്ടിട്ട് ഇവൻ എന്നൊക്കെ പറയുവാണേ വർഷ. അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ പയ്യെ രവീന്ദ്രനോട് പറയുന്നുണ്ട്, ഇവളെന്താ നമ്മുടെ മോനെ എപ്പോഴും അവൻ ഇവൻ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത്, ഒരു പേരും വിളിക്കും എപ്പോൾ നോക്കിയാലും, ഇവളെന്താ ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, നിനക്കെന്താ ചന്ദ്ര അതിൽ പ്രശ്നം, അവരെന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ, നീ അവിടെ ഇരുന്ന് ചായ കുടിക്കുമെന്ന് പറയുവാണ് രവീന്ദ്രൻ. അപ്പോഴേക്കും വർഷ ഇത് അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേ. വർഷ ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി പയ്യെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും, ഓ അതൊന്നുമില്ല മോളെ, ഇപ്പോഴത്തെ കല്യാണം കഴിഞ്ഞവരൊക്കെ ഈ പിള്ളേരെ പോലെ ഭർത്താവിനെ എടാ പോടാ വാടാ എന്നൊക്കെയാണ് വിളിക്കുന്നതെന്ന്, ഫ്രണ്ട്സിനെ പോലെ അവർ കാണുന്നതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വർഷ പറയുന്നുണ്ട്, അതിനെന്താ ആൻറ്റി കുഴപ്പം, ഭാര്യ ഭർത്താക്കന്മാർ ആദ്യം നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം, എന്നാലേ അവർക്കിടയിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുള്ളൂ, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം, ഫ്രണ്ട്സായിട്ടിരുന്നാൽ അത്ര നല്ലതല്ലേ എന്ന് വർഷ പറയുവാണേ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, വീടിൻ്റെ ഉള്ളിൽ കുഴപ്പമില്ല, പക്ഷെ പുറത്തിറങ്ങി അങ്ങനെയൊക്കെ എല്ലാവരുടെ മുമ്പിലും വിളിച്ചു കഴിഞ്ഞാൽ. അപ്പോഴേക്കും വർഷ പറയും, അതിനെന്താ കുഴപ്പം, നമ്മളെപ്പോഴും ഒരേ സ്വഭാവമല്ലേ കാണിക്കേണ്ടത്, അല്ലാതെ പല പല സ്വഭാവം കാണിക്കേണ്ട കാര്യമില്ലല്ലോ, വീട്ടിലായാലും പുറത്തായാലും നമ്മളായിട്ട് തന്നെ ഇരിക്കണം എന്ന് വർഷ പറയുവാണേ. ചന്ദ്ര വീണ്ടും തർക്കിക്കാൻ പോകുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും, ചന്ദ്രേ നിന്റെ ചായ ആറിപ്പോവും, അവിടെ ഇരുന്ന് കുടിക്കാൻ നോക്കുമെന്ന് പറയുവാണ്. അപ്പോഴേക്കും ഈ സമയം നമ്മുടെ ശ്രുതി ആരെയോ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് ഇങ്ങനെ വരുവാണേ. ആരെയാ വീഡിയോ കോൾ ചെയ്യുന്നത്? നമ്മുടെ ഇളയച്ചനെയാണ്. കാരണം ഇന്നലെ രേവതിക്ക് സച്ചിക്ക് സംശയം വന്നായിരുന്നല്ലോ, അവരുടെ സംശയം അങ്ങ് തീർത്തു കൊടുക്കാൻ വേണ്ടിയുള്ള അടുത്ത അഭിനയമാണ് ശ്രുതിയുടെ. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ ആരോടാ മോളെ സംസാരിക്കുന്നത്? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇളയച്ചനെ അങ്കിളെ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവേ, കാരണം പണക്കാരൻ വിളിക്കുവാണല്ലോ വീഡിയോ കോള്. ആഹാ ഇളയച്ചനാണോ മോളെ, സംസാരിക്കുന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി ചേച്ചി, ഇളയച്ചൻ എന്തോ എവിടെയൊക്കെ ഒളിവിലാണെന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ ശ്രുതി പറയും, ഇല്ല ഇളയച്ചൻ്റെ മേലിൽ കേസൊന്നുമില്ല, നിരപരാധിയാണെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയുവാണ്. എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇളയച്ചൻ ഇപ്പോൾ എവിടെ ഇളയച്ച എന്ന് പറയുമ്പോൾ ഇളയച്ചൻ പറയും, ഞാനിപ്പോൾ ദുബായിലാണ് മോളെ. ഇളയച്ചൻ ബാക്കിൽ ഇങ്ങനെ ഷീറ്റൊക്കെ ഫ്ലാറ്റിൻ്റെയൊക്കെ ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് ദുബായ് പോലെ ഒരു ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ടാണ് ഈ നിന്ന് സംസാരിക്കുന്നത്, അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. അപ്പോഴേക്കും ശ്രുതി വരുവാണ്. ശ്രുതി ആരാ, നമ്മുടെ ഇളയച്ചനാണോ? ആഹാ ദേ ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, ഇളയച്ച അതേ ഞാൻ ശ്രുതിക്ക് കൊടുക്കാവേ എന്ന് പറയുവാണ്. അപ്പോഴേക്കും ഇളയച്ചൻ ശ്രുതിനോട് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചി അപ്പോൾ പുറത്ത് നിന്നിങ്ങനെ കയറി വരുവാണ് ഇവരുടെ സംസാരമൊക്കെ കേട്ടിട്ട്. ചന്ദ്രയും രവീന്ദ്രനും എല്ലാവരും വീഡിയോ കോളിൽ കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇളയച്ചനോട്, അല്ല നിങ്ങൾ എവിടെയായിരുന്നു, കുറേ നാൾ സംസാരമൊന്നും വിവരമൊന്നും ഇല്ലയെന്ന് മോള് പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഇളയച്ചൻ പറയും, ഞാൻ കുറേ ഓട്ടത്തിലായിരുന്നു, പല പല രാജ്യങ്ങളിലായിട്ട് അങ്ങനെ കറക്കമായിരുന്നു എന്ന് പറയുവാണേ. അപ്പോൾ സച്ചി നമ്മുടെ രേവതിയോട് ചോദിക്കുന്നുണ്ട്, ഈ അച്ഛൻ ആരോടാ ഈ ഫോണിൽ കൂടി വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ രേവതി പറയും, അത് നമ്മുടെ ഇളയച്ചനാണ്. അപ്പോൾ സച്ചി പറയും, ഏതിളയച്ചൻ, മലേഷ്യക്കാരനോ? രേവതി പറയും, അത് തന്നെ. സച്ചി എന്നിട്ട് രവീന്ദ്രൻ്റെ പുറകെ പോയി നിന്ന് ഇവരുടെ വീഡിയോ കോളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇളയച്ചനെയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര ഫോൺ മേടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രുതിയുടെ അച്ഛൻ്റെ കേസൊക്കെ എന്തായെന്ന് ചോദിക്കുമ്പോഴേക്കും ഇളയച്ചൻ പറയും, അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ കഴിഞ്ഞോ? അപ്പോഴേക്കും ശ്രുതിക്ക് അത് ഭയങ്കര ഷോക്കാവേ. ഇളയച്ചൻ ഈ എന്താ ഈ പറയുന്നതെന്ന് ഓർത്തിട്ട് പറയും, കഴിഞ്ഞെന്നല്ല ആൻറ്റി, കേസ് നടന്നുകൊണ്ടിരിക്കുവാന്നാ ഉദ്ദേശിച്ചത് അല്ല ഇളയച്ചാന്ന് ചോദിക്കുമ്പോൾ ഇളയച്ചൻ പറയും, അങ്ങനെ തന്നെ, എത്രയും പെട്ടെന്ന് കഴിയുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ഇളയച്ചൻ മാറ്റി പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കും,
ഓ എത്രയും പെട്ടെന്നോ? എന്നാലും എത്ര നാളാവുമെന്ന് ചോദിക്കുമ്പോഴേക്കും ഇളയച്ചൻ പറയും, ആ 1 മാസത്തിനുള്ളിൽ എന്തായാലും പുറത്തിറങ്ങുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുവാണേ. കാരണം അച്ഛൻ്റെ വിവരം ചോദിക്കാത്തത്, ചന്ദ്രേനെ ഇപ്പം അന്വേഷിക്കാത്തത് ജയിലിലാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. ആ കഥ കള്ളക്കഥ എന്തായാലും ഇളയച്ചൻ ഇപ്പോൾ ഈ വീഡിയോ കോളിലൂടെ പൊട്ടിച്ചിരിക്കുവാണോ, 1 മാസത്തിനുള്ളിൽ അച്ഛൻ ഇറങ്ങുമെന്നൊക്കെ പറയുന്നപ്പോഴേക്കും ചന്ദ്ര അതൊക്കെ വിശ്വസിച്ചിരിക്കുവാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ഹോ ഞാൻ എൻ്റെ ശ്രുതിമോളെ കൊണ്ട് ഒരുപാട് വ്രതങ്ങളൊക്കെ എടുപ്പിച്ചായിരുന്നു, കുറേ കാപ്പൊക്കെ കെട്ടി അവൾ കുറേ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചായിരുന്നു, എന്തായാലും 1 മാസത്തിനുള്ളിൽ ഇറങ്ങുമല്ലോ, അപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ വരാൻ പറയണം എന്നൊക്കെ ചന്ദ്ര പറയുവാണ് ഇളയച്ചനോട്. അപ്പോഴേക്കും സച്ചി രേവതിയോട് പോയി ചോദിക്കുന്നുണ്ട്, രേവതി നീ ഈ ഇളയച്ചനെയല്ലേ ഇന്നലെ കണ്ടെന്ന് പറഞ്ഞത്? അപ്പോൾ രേവതി പറയും, ആ പക്ഷെ ഇപ്പോൾ ദുബായിലാണെന്നൊക്കെ പറയുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് രേവതി പറയുവാണ്. അപ്പോൾ സുധിയും മേടിച്ച് സംസാരിക്കുന്നുണ്ട് വീഡിയോ കോളിൽ. അപ്പോൾ ഇളയച്ചൻ ചോദിക്കുന്നുണ്ട്, ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ, ആ നന്നായിട്ട് പോകുന്നു, ആ വിശേഷമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇളയച്ചൻ ചോദിക്കും, അച്ഛനയച്ച പൈസയൊക്കെ കിട്ടിയില്ലേ? അപ്പോഴേക്കും സുധി പറയും, ആ പൈസക്കല്ലേ ഞങ്ങളിപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുവാണ് സുധി. ഇനിയും ഒരു 5 ലക്ഷം കൂടി അച്ഛൻ അയച്ചിട്ടുണ്ട്, അച്ഛൻ്റെ അക്കൗണ്ടൊക്കെ ക്ലിയർ ആയില്ലേ എന്ന് പറയുവാണേ ഇളയച്ചൻ. അപ്പോഴേക്കും ചന്ദ്രക്ക് സന്തോഷവും, ഇനിയും 5 ലക്ഷം അയച്ചെന്നോ? നിങ്ങൾ കേട്ടോ, 5 ലക്ഷം അയച്ചിരിക്കുന്നെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, ഇനി എന്തിനാ പൈസയൊക്കെ അയക്കുന്നേ, അതാ നേരത്തെ അയച്ചു കൊടുത്തില്ലേ? അപ്പോഴേക്കും ചന്ദ്ര പറയും, അവരുടെ മരുമോനെ അവരയച്ചു കൊടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താ, നിങ്ങൾ അവിടെ മിണ്ടാണ്ടിരിക്കുന്നു പറയുവാണേ. അപ്പോഴേക്കും സച്ചി എന്ത് ചെയ്യുന്നു വെച്ചാൽ സുധിയുടെ കയ്യിൽ നിന്ന് ഈ ഫോൺ തട്ടിപ്പറിക്കുവാണേ ഇളയച്ചനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സംസാരിക്കുന്നുണ്ട് സച്ചി, എൻ്റെ ഇളയച്ചനോട് ഞാൻ സംസാരിക്കട്ടെടാന്ന് പറയുവാണ് സുധീനോട്. എന്നിട്ട് സംസാരിക്കുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, ഇളയച്ചൻ ഇപ്പോൾ എവിടെയാണെന്നാ പറഞ്ഞേ? അപ്പോൾ ഇളയച്ചൻ പറയും, ദുബായ്, ഇതേ കണ്ടില്ലേ, എൻ്റെ ചുറ്റിനും കണ്ടില്ലേ ഫ്ലാറ്റ് അത് ഇത്. അപ്പോൾ സച്ചി പറയും, അല്ല അവിടെ ഒട്ടകങ്ങളൊക്കെ ഇല്ലേ? ഒട്ടകങ്ങളൊക്കെ മരുഭൂമിയിലാണ് മോനെ, ഞാനിവിടെ സിറ്റിയിലല്ലേ. ഓ ദുബായിൽ എവിടെയാണ് ഇളയച്ച? അപ്പോൾ ഇളയച്ചൻ പറയും, ദുബായിൽ അതാ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അഡ്രസ്സ് ഉണ്ടാവില്ലേ, എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ ഉള്ള സ്ഥലങ്ങൾ, ആ ദുബായിൽ എവിടെയാണെന്നാണ് ഞാൻ ചോദിച്ചേ. അപ്പോഴത്തേക്കും ഇളയച്ചനൊന്ന് പരിങ്ങുവേ, കാരണം ദുബായിന്ന് മാത്രമേ അറിയത്തുള്ളൂ, അവിടുത്തെ സ്ഥലങ്ങളൊന്നും ഇളയച്ചന് അറിയില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ദുബായിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇളയച്ചൻ അങ്ങനെ നിൽക്കുവാണേ. അപ്പോഴേക്കും സച്ചിക്ക് വീണ്ടും സംശയമാവാണ്. സച്ചി അപ്പോൾ വർഷയോട് ചോദിക്കുന്നുണ്ട്, വർഷക്കറിയില്ലേ ദുബായിലെ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന്? അപ്പോൾ വർഷ അറിയാവുന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയും, കേട്ടോ, ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കുമല്ലോ ഇളയച്ചൻ, അതേത് സ്ഥലമാണെന്നാണ് ഞാൻ ചോദിച്ചെന്ന് പറയുമ്പോഴേക്കും ഇളയച്ചൻ പറയും, അത് പിന്നെ മോനെ ഞാനിവിടെ എൻ്റെ ഒരു അനിയൻ്റെ ബ്രദറിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, അപ്പോൾ അവർ അറബിയിൽ എന്തൊക്കെയോ പേര് പറഞ്ഞു, എനിക്കതൊന്നും ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല എന്നൊക്കെ ഇളയച്ചൻ പറഞ്ഞ് ഒഴിവാകാൻ നോക്കുവാണേ. ശ്രുതി ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണ്, ഈ സച്ചി എന്തൊക്കെയാ ഈ ചോദിക്കുന്നതെന്ന് ഓർത്തിട്ട്. അപ്പോഴേക്ക് രേവതി പറയും, ഇളയച്ചൻ ഇന്നലെ നാട്ടിലെ. അപ്പോഴേക്ക് ഇളയച്ചൻ പറയും, മോളെ എനിക്ക് നാട്ടിൽ വരണം, നിങ്ങളെ എല്ലാം കാണണം എന്നൊക്കെ പറയുവാണ് ഇളയച്ചൻ. അപ്പോഴേക്ക് സച്ചി പറയും, ഇളയച്ച സ്ഥലം ഏതാന്ന് പറ ദുബായിൽ, എൻ്റെ ഫ്രണ്ട് ഒരുത്തൻ അവിടെ വണ്ടി ഓടിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ അവനോട് ഇളയച്ചനെ വന്ന് കാണാനൊക്കെ പറയാലോ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ഇളയച്ചൻ വീണ്ടും നിന്ന് പരിങ്ങുവേ. ശ്രുതി അവിടെ ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണ്. സുധിനോട് പറയും, സുധി ഇളയച്ചൻ അവിടെ ഒരുപാട് പണികളൊക്കെ ഉണ്ടാവും, സുധി ആ ഫോൺ സച്ചിയുടെ നിന്ന് മേടിച്ചെന്ന് പറയുവാണേ. അപ്പോൾ സുധി അപ്പോഴേക്ക് സച്ചിയുടെ നിന്ന് ഫോൺ ഇങ്ങനെ തട്ടിപ്പറിച്ച് മേടിക്കും. എന്നിട്ട് ബായൊക്കെ പറഞ്ഞ് ഫോണൊക്കെ ശ്രുതി കട്ട് ചെയ്യുവാണ്. സച്ചിക്ക് നല്ല സംശയമുണ്ട്. സച്ചി ഇങ്ങനെ ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ചന്ദ്ര ഭയങ്കര സന്തോഷത്തിലാണ്, കാരണം 5 ലക്ഷം രൂപയും കൂടി അയച്ചെന്ന് പറഞ്ഞല്ലോ. രേവതിയോട് പറയുന്നുണ്ട്, ഇന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം, എന്തായാലും ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങളുടെ ബിസിനസ്സൊക്കെ മേലോട്ട് ഇനി പോയിക്കൊണ്ടിരിക്കും എന്നൊക്കെ ചന്ദ്ര പറയുവാണേ. അങ്ങനെ ആ സംഭാഷണം കഴിയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ സംശയത്തിൽ മുറിയിൽ ഇങ്ങനെ നിൽക്കുവാണ്, എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇതാ ഒരു കാര്യത്തിലും എടുത്തു ചാടരുതെന്ന് പറയുന്നത്. അപ്പോൾ സച്ചി ചോദിക്കും, അതെന്താ രേവതി? അല്ല ഞാൻ ഇന്നലെ ഇളയച്ചനെ കണ്ടു എന്നൊക്കെ റോട്ടിൽ നിന്ന്, അതിൻ്റെ ഒരു തോന്നലായിരുന്നു, അത് ഇളയച്ചനല്ലല്ലോ, ഇളയച്ചൻ ഇപ്പോൾ ദുബായിലല്ലേ ഉള്ളേ എന്ന് രേവതി പറയുവാണേ. നമ്മൾ ഇതെടുത്ത് ചാടി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലോ വലിയ പ്രശ്നമായാനിരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഇല്ല രേവതി, ഇന്നലെ നീ പറഞ്ഞപ്പോൾ എനിക്കും സംശയമായിരുന്നു, അത് ഇളയച്ചൻ തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്ന്. പക്ഷെ ഇന്നത്തെ ആ വീഡിയോ കോളിലൂടെ മനസ്സിലായി, ഇന്നലെ നീ കണ്ടത് ഇളയച്ചനെ തന്നെയാണെന്ന് പറയുവാണ് സച്ചി. രേവതി പറയും, നമ്മളല്ലേ ഇപ്പോൾ ഇളയച്ചൻ വീഡിയോ കോള് ദുബായിലിരുന്ന് ചെയ്യുന്നത് കണ്ടത്? പിന്നെ നമ്മൾ പോയി അവിടെ പോയി നോക്കിയല്ലോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇല്ല നമ്മൾ ബാക്കിലൊക്കെ കണ്ടില്ലേ ദുബായിലെ സീന്. എൻ്റെ രേവതി അതൊക്കെ എന്തെങ്കിലും പറ്റിക്കലാണെങ്കിലോ, നമ്മളെ പറ്റിക്കാൻ വേണ്ടി ദുബായിൽ ഏതെങ്കിലും സീനറി ആയിരിക്കും ഇളയച്ചൻ ആ ബാക്കിൽ വെച്ച് സംസാരിച്ചത്, ഇതിലെന്തോ ഒരു കള്ളക്കളിയുണ്ടെന്ന് സച്ചി ഉറപ്പിച്ച് തന്നെ പറയുവാണ്. രേവതി പറയും, എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല സച്ചിയേട്ടൻ. സച്ചി പറയും, ഇല്ല രേവതി, ഇത്രയും നാൾ മലേഷ്യക്കാരൻ ഇളയച്ചൻ പോയിട്ടൊരു ഫോൺ കോൾ പോലും ചെയ്തിട്ടില്ലല്ലോ, ഇപ്പോൾ പെട്ടെന്ന് വിളിക്കണം എന്നെന്താ? അതും നീ ഇന്നലെ കണ്ട കാര്യം, ഇളയച്ചനെ കണ്ട കാര്യം ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ സംഭവത്തിന് ശേഷമാണ് ഇളയച്ചനെ വിളിച്ചിരിക്കുന്നത്, അതും ഇതും തമ്മിൽ എന്തോ ഒരു സംബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഇളയച്ചൻ ഇപ്പോൾ പെട്ടെന്ന് വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചെന്ന് പറയുമ്പോൾ രേവതി പറയും, അങ്ങനെ സംബന്ധമൊന്നും ഇല്ലെങ്കിലോ സച്ചിയേട്ടാ? ഇല്ല, എന്തോ സംബന്ധമുണ്ട്, പാലറേട്ടത്തി ഇത് നമുക്കിട്ട് ഈ
കള്ളക്കളി ഒളിക്കാൻ വേണ്ടിയിട്ടാണ് പാലറട്ടത്ത് എന്തോ ഒരു പണി പറ്റിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് എന്തോരം ടെക്നോളജീസ് ഉണ്ട്. അങ്ങനെ ഒരു ടെക്നോളജി വെച്ചിട്ടാണ് ദുബായ് പോലെ ചിത്രീകരിച്ചിട്ട് ഇളയച്ചൻ വിളിച്ചിരിക്കുന്നത്. ഇത് നീ ഇന്നലെ കണ്ടുകൊണ്ടുള്ള ഒരു വിളി തന്നെയാണ് രേവതി. എനിക്കിതിലൂടെ ഒരു കാര്യം ഉറപ്പായി, ഇളയച്ചൻ എന്തായാലും ഇവിടെ തന്നെയുണ്ട്. ഈ കള്ളക്കളി ഞാൻ പൊളിക്കും. എനിക്ക് ആ പാലറട്ടത്തെ ആദ്യം കണ്ടപ്പോൾ തൊട്ട് എന്തോ സംശയമുണ്ട്, എന്തൊക്കെയോ കള്ളക്കളികളുള്ളതുപോലെ. ഇത് ഞാൻ തെളിയിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും